പുഡിങ്ങുകളിൽ പകരം വെക്കാനുള്ള ഐറ്റമാണ് നമ്മുടെ ഇളനീർ പുഡിങ്. വെറും 3 സ്റ്റെപ്പിൽ ഇത് തയ്യാറാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾ UAE ഇളനീർ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ സ്ട്രഗിൾ നല്ല പൾപ്പ് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ടീ കൊക്കോയുടെ ടെൻഡർ കോക്കനട്ട് പൾപ്പ് ഉണ്ട്. ഇത് വെറും ഇളനീറിൻ്റെ പൾപ്പും ഷുഗറും മാത്രമാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. 100% നാച്ചുറൽ ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ടാണ്. അതുമല്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഉപയോഗക്രമവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമുക്ക് ഡെസേർട്ടിനും അതുപോലെ ഷേക്ക് ഉണ്ടാക്കാനും പുഡിംഗ് ഉണ്ടാക്കാനും ഒക്കെ ഈ ഒരൊറ്റൊരു പാക്കേജ് മതി 500 ഗ്രാമിൻ്റെ. ഞാനിപ്പോൾ 1 ലിറ്റർ ക്വാണ്ടിറ്റി വരുന്നൊരു പുഡിംഗ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ പൾപ്പ് ഫ്രോസൺ ആയിട്ടല്ലേ ഉണ്ടാവുക. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിതിനെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഒരു അരമണിക്കൂർ ഇത് പുറത്ത് വെക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ അഗർ ഒന്ന് സോക്ക് ചെയ്യുക. ഞാനിപ്പം 1 ലിറ്ററിന് 5 ഗ്രാം അഗർ അഗർ പൗഡർ എടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ജെലറ്റിനോ അല്ലെങ്കിൽ നോർമൽ ചൈന ഗ്രാസിൻ്റെ സ്ട്രിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇനി 1/2 ലിറ്റർ പാൽ ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ നമ്മളെ റൂം ടെമ്പറേച്ചറിൽ വെച്ച ഇളനീരിൻ്റെ പൾപ്പില്ലേ, ടീ കൊക്കോയുടെ, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്കിനി ജെലറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചൂടാക്കിയിട്ടെടുക്കണം. തണുത്ത മിക്സറിലേക്ക് ചൈന ഗ്രാസ് ഇട്ടാൽ അത് മെൽറ്റ് ആവില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അഗർ അഗറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് അലിയിപ്പിച്ചിട്ടെടുക്കണം. വേറെ ഒരു പണിയുമില്ല. ഇതിൽ എക്സ്ട്രാ ഷുഗറോ മിൽക്ക് മെയ്ഡോ ഒന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട. കാരണം ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് ഓൾറെഡി നല്ല സ്വീറ്റാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് എക്സ്ട്രാ നല്ല സ്വീറ്റ് ടൂത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇത് പെർഫെക്റ്റ് മധുരമാണ്. ഇതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഈ ടീ കൊക്കോയുടെ ടെൻഡർ കോക്കനട്ട് പൾപ്പ് നമ്മൾ UAEയിലും നെസ്റ്റോയിലും സഫാരിയിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ജ്യൂസ് ആയാലും അല്ലെങ്കിൽ ഷേക്ക് ആയാലും വേറെ എന്തെങ്കിലും ഡെസേർട്ട് ആയാലും പുഡിംഗ് ആയാലും വളരെ എളുപ്പത്തിൽ ഈ ഒരു ടെൻഡർ കോക്കനട്ട് പൾപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പം വെറും 3 സ്റ്റെപ്പിലാണ് ഇത് ചെയ്തിട്ടെടുത്തത്. വെറും ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇതെനിക്ക് റെഡി ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.